ഡോക്ടർ അഭിലാഷ് കുസാറ്റ് പ്രൊഫസർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഡോക്ടർ അഭിലാഷ്, ഇനിയുള്ള വരും ദിവസങ്ങളിലെ മഴയുടെ തോത് ഈ മേഖലകളിൽ എത്രത്തോളം അത് നിർണായകമാണ്? മഴയുടെ തോത്, മഴ എത്രത്തോളം ശക്തിപ്പെടാനാണോ സാധ്യത, അതല്ല നേരിയ തോതിൽ കുറയുമോ? എന്താണ് താങ്കൾ അനുമാനിക്കുന്നത്? ഇത് കഴിഞ്ഞ വർഷം ഉണ്ടായ ജൂലൈ മാസത്തിലുണ്ടായതിന്റെ ആ ഒരു തോതിലുള്ള മഴയോ അതുപോലെയുള്ള ഉരുൾപൊട്ടലോ ഒന്നും അല്ല ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. യഥാർത്ഥത്തില് മഴ അതിശക്തമായിട്ടുള്ള മഴ വൈത്തിരിയിലും ഒക്കെ പെയ്തിട്ടുണ്ട്. വൈത്തിരി, മേപ്പാടി മേഖലകളിലൊക്കെ 10 സെന്റിമീറ്ററിനടുത്തുള്ള മഴ കഴിഞ്ഞ ദിവസങ്ങളിൽ ലഭിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് വരുന്ന ഒരു മലവെള്ളപ്പാച്ചിലായിട്ട് ഇതിനെ കരുതിയാൽ മതി. കാരണം പ്രത്യേകിച്ച് ആ മേഖല ഏകദേശം 5-8 കിലോമീറ്ററോളം ദൂരത്തിൽ കഴിഞ്ഞ വർഷത്തെ ഉരുൾപൊട്ടൽ ഉണ്ടായതിന്റെ ആ ഒരു ഡെബ്രീസും അതുപോലുള്ള പാറക്കഷ്ണങ്ങളും മണ്ണും ഒക്കെ ലൂസായിട്ടുള്ള സോയിലും ഒക്കെ മണ്ണൊക്കെ ഇളകിയിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പം പിന്നീട് ഒരു വലിയ മഴ വരുമ്പോൾ ഈ ഒരു ലൂസായിട്ടുള്ള സോയിലും എല്ലാം കൂടെ കലങ്ങി വരുന്നതായിട്ടാണ് ദൃശ്യങ്ങളിലൂടെ മനസ്സിലാകുന്നത്. അത് എല്ലാ ഉരുൾപൊട്ടലും നടക്കുന്ന സ്ഥലങ്ങളിലും അതിനുശേഷം ഉണ്ടാകുന്ന വലിയ മഴയിൽ ഇങ്ങനെ വലിയ തോതിൽ സ്ലിറ്റും സാൻഡും ഒക്കെ കലങ്ങി വരാറുണ്ട് മഴയോടൊപ്പം. അപ്പൊ അതുകൊണ്ട് അതിനെ ആ രീതിയിൽ കണ്ടാൽ മതി എന്നാണ് ഈ ദൃശ്യങ്ങളിലൂടെ മനസ്സിലാകുന്നത്. പ്രത്യേകിച്ചും മഴയുടെ തോതും അത്ര കഴിഞ്ഞ വർഷം ഇതേ സമയം കിട്ടിയ അതേ തോതിലുള്ള മഴയല്ല ഇപ്പൊ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അത് മാറി മാറി ചെറിയ ചെറിയ ഇടവേളകളിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന മഴയാണ്. എങ്കിൽ കൂടി നമുക്കറിയാം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഡോക്ടർ അഭിലാഷ് അവിടേക്ക് പോകുന്ന ആളുകൾ, കാരണം ഇന്നിപ്പോ നോക്കുമ്പോൾ തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം തൊഴിലാളികൾ അവിടെ നിന്ന് അവരെ നാട്ടുകാരാണ് അവിടെ നിന്നും രക്ഷപ്പെടുത്തുന്നത്, അല്ലെങ്കിൽ അവരെ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റുന്നത്. അപ്പോൾ അവിടേക്ക് പോകുന്ന തൊഴിലാളികളെയൊക്കെ എണ്ണമൊക്കെ രേഖപ്പെടുത്തി തന്നെയാണ് മുന്നോട്ട് വിടുന്നത്. പക്ഷേ ഒരു കരുതൽ നമ്മളെ സംബന്ധിച്ചോളം ഒരു ആഘാതം ഏൽപ്പിച്ച പ്രദേശമാണ്. അപ്പോൾ അവിടെ സ്വീകരിക്കേണ്ട സ്വയം കരുതൽ, പിന്നീട് ഈ സംവിധാനങ്ങളൊക്കെ എത്രത്തോളം ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കേണ്ടതുണ്ട് ഡോക്ടർ അഭിലാഷ്? തീർച്ചയായിട്ടും ഒരു സജീവമായിട്ടുള്ള മൺസൂൺ കാലഘട്ടത്തിലെ ഇത്തരത്തിലുള്ള അതിതീവ്ര മഴ അല്ലെങ്കിൽ പോലും അതിശക്തമായിട്ടുള്ള മഴ പെയ്യുന്ന അവസരങ്ങളിൽ ഒരു പക്ഷേ ചൂരൽമഴയുടെ ബെയിലി പാലം കടന്നു പോകാൻ ആരെയും അനുവദിക്കാതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. കാരണം ആ മേഖലയിൽ നമുക്കറിയാം 2018 ശേഷം, അതിനു മുമ്പും ഉരുൾപൊട്ടൽ ആ മേഖലയിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ 18 ശേഷം 19 ഉണ്ടായിട്ടുണ്ട്, 20 ഉണ്ടായിട്ടുണ്ട്, 21, 22 ഒക്കെ ഉരുൾപൊട്ടൽ ഫ്രീക്വന്റ് ആയിട്ട് ഉണ്ടായിക്കൊണ്ടിരുന്ന ഒരു സ്ഥലമാണ്. അത് 24 അത്ര ഭീകരമായിട്ടുണ്ടായി എന്നുള്ളതാണ്. അപ്പൊ ഈ അതർവൈസ് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് മുണ്ടകൈ അല്ലെങ്കിൽ അട്ടമല, പുഞ്ചിരിമറ്റം, ഈ ഏരിയയൊക്കെ ഫ്രീക്വന്റ് ആയിട്ട് ഉരുൾപൊട്ടൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സ്ഥലങ്ങൾ തന്നെയാണ്. അപ്പം ഈ ഒരു പശ്ചാത്തലത്തില് പ്രത്യേകിച്ചും അതിശക്തമായിട്ടുള്ള മഴയുടെ ഒരു പ്രഡിക്ഷനൊക്കെ നിലനിൽക്കുമ്പോൾ ആ ഭാഗത്തേക്ക് പുറത്തുനിന്നുള്ള ആൾക്കാർ കടന്നു വരുന്നത്, അല്ലെങ്കിൽ ഈ പ്ലാന്റേഷനിലൊക്കെ ജോലിക്ക് വരുന്ന ആൾക്കാരെ റെസ്ട്രിക്ട് ചെയ്യുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് എടുക്കേണ്ടതാണ്. കാരണം പ്രത്യേകിച്ചും ഈ ഒരു മഴയുടെ ഒരു മാറ്റം, വലിയ മഴയില്ലെങ്കിൽ പോലും അതിശക്തമായിട്ടുള്ള മഴ 1-2 ദിവസം കൂടി തുടരാനുള്ള സാഹചര്യമുണ്ട്. അപ്പം അത്തരം അവസരങ്ങളിലെങ്കിലും ഈ മേഖലയിലെ തൊഴിലാളികളെ അനുവദിക്കുന്നത് ഇതിലേക്ക് ഒരു ചെറിയ തരത്തിലുള്ള കൺട്രോള് വേണം എന്നുള്ളതാണ് പറയാനുള്ളത്.